കർത്താവിൽ പ്രിയരെ, ഇന്ന് വലിയ നോമ്പിൽ 3-ാം ദിനം തുർക്കിയിലെ അങ്കാരയിൽ വളരെ കൗതുകമുണർത്തുന്ന ഒരു വായനശാലയുണ്ട്. ഉപേക്ഷിക്കപ്പെട്ടവരുടെ വായനശാല അഥവാ ലൈബ്രറി ഓഫ് അബാൻഡൻ ബുക്സ് എന്നാണ് അതിൻ്റെ പേര്. 2017 ചില ശുചീകരണ തൊഴിലാളികൾ ഉപേക്ഷിക്കപ്പെട്ട കുറേ പുസ്തകങ്ങൾ കണ്ടെത്തി. അവർ ആ പുസ്തകങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഫാക്ടറിയിൽ ഭംഗിയായി അടുക്കി വെച്ചു. പിന്നീട് അവർ ആ ഫാക്ടറിയുടെ ഭിത്തികളൊക്കെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി. അങ്ങനെ അതൊരു സുന്ദരമായ വായനശാലയായി രൂപാന്തരപ്പെട്ടു. അവരിൽ ചിലർ നല്ല വായനാശീലം ഉള്ളവരായിരുന്നു. പിന്നീട് അടുത്തുള്ള സ്കൂളുകളിലെ കുട്ടികൾ പുസ്തകം കടമെടുക്കാനും വായിക്കാനും വേണ്ടി ആ വായനശാലയിൽ വന്നു തുടങ്ങി. പതുക്കെ പതുക്കെ ഉപേക്ഷിക്കപ്പെട്ട പുസ്തകങ്ങളുടെ വായനശാല ആ നാടിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറി. വൺ മേൻസ് ട്രാഷ് ഈസ് അതർ മേൻസ് ട്രഷർ. ഒരാൾ ഉപേക്ഷിച്ചത് മറ്റൊരാൾക്ക് നിധിയായി മാറാം എന്ന പഴമൊഴി ഇവിടെ അന്വർത്ഥമായി. നാം ജീവിക്കുന്ന ഈ സമൂഹത്തെ ചിലർ വിശേഷിപ്പിക്കുന്നത് ത്രോ എവേ സൊസൈറ്റി എന്നാണ്. എറിഞ്ഞുകളയുന്ന സമൂഹം. വസ്തുക്കൾ ആയാലും വ്യക്തികളായാലും ആവശ്യം കഴിഞ്ഞ് എറിഞ്ഞുകളയുക എന്നത് ഏതാണ്ട് ഒരു നിയമം പോലെയായിട്ടുണ്ട്. ത്രോ എവേ കൾച്ചർ, എറിഞ്ഞുകളയുന്ന സംസ്കാരം. ഈ ത്രോ എവേ സമൂഹത്തിൽ ത്രോ എവേ സംസ്കാരം നമ്മെയും ബാധിക്കാം. ആരെയും നഷ്ടപ്പെടുത്തി കളയാതിരിക്കാനും സ്വയം നഷ്ടപ്പെടുത്താതിരിക്കാനും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലും ചില നേരങ്ങളിൽ നമ്മളെല്ലാം എടുത്തെറിയപ്പെടുന്നവരാണ്. ഒരു വായനശാലയിൽ നിന്നും പുറത്തേക്ക് എറിയപ്പെട്ട ഉപയോഗശൂന്യമായ പുസ്തകങ്ങൾ പോലെ എപ്പോഴെങ്കിലും ഉപേക്ഷിക്കപ്പെടാത്തവരായി ആരുണ്ട് ഈ ലോകത്തിൽ? എല്ലാവരും കൈവിട്ട് കളഞ്ഞു എന്ന് തോന്നുന്ന നേരത്ത് സ്വയം കൈവിട്ട് കളയാതിരിക്കുക. ഓരോ തവണയും ഉപേക്ഷിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, ഓരോ തവണയും ആരെങ്കിലും തട്ടി വീഴ്ത്തുമ്പോൾ ഓർക്കുക, ജീവിതം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു കുത്തും കോമയുമാണ്. വീണ്ടും എഴുന്നേറ്റ് വീണ്ടും ജീവിതം തുടങ്ങുക. വീണ് കിടക്കുന്ന ഒരാളോട് യേശു ഒരിക്കൽ ഇങ്ങനെ മന്ത്രിച്ചു, ഗെറ്റ് അപ്പ്, ഗോ ഹോം, സിൻ നോ മോർ. എഴുന്നേൽക്കുക, വീട്ടിലേക്ക് പോവുക, ഇനി തെറ്റ് ചെയ്യാതിരിക്കുക. അതെ, ആരെയും അനാവശ്യമായി തട്ടി വീഴ്ത്താതിരിക്കാനും ആരെങ്കിലും നമ്മെ തട്ടി വീഴ്ത്തിയാൽ അവിടെ നിന്ന് എഴുന്നേൽക്കാനും വീണു കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കാനും അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനും ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ഉപയോഗമില്ലാത്തതിനെയും ഉപയോഗമില്ലാത്തവരെയും പുറംപോക്കിലേക്ക് വലിച്ചെറിയുന്ന സമൂഹത്തിൽ ഉപയോഗമില്ലാത്തവരായി ആരുമില്ലെന്നും വേണ്ടപ്പെട്ടവരല്ലാത്തവരായി ആരുമില്ലെന്നും വിളിച്ചു പറയുവാനും നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. സ്വന്തം ഈപ്പനച്ചൻ.